നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ പെട്ടെന്ന് പറിച്ചു കളയാൻ പറ്റുന്നതാണോ നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങള്? ശാലിനിക്ക് സാധിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് സാധിച്ചുകൂടാ? അവൾ ഒപ്പിടാൻ തയ്യാറാണല്ലോ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല? ശാലിനിക്ക് മറ്റൊരു ബന്ധം വന്ന സ്ഥിതിക്ക് ശാലിനിയുടെ ഒരു ഒറ്റ ഒപ്പ് മതി. നമുക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാര്യങ്ങൾ തീർക്കാം. ഇരു കൂട്ടർക്കും സമ്മതമെന്ന നിലയിൽ ഉഭയസമ്മതപ്രകാരം ഡിവോഴ്സ് നടത്താം. ഒരു കൗൺസിലിങ്ങോ ചർച്ചയോ ഒന്നും വേണ്ട. വെറും 30 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ തീർത്ത് രണ്ടുപേരെയും രണ്ടാക്കി 2 തട്ടിലാക്കി തരാം. പക്ഷേ രണ്ടുപേരുടെയും സമ്മതം വേണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതിപ്പോ ശാലിനിക്ക് ഇപ്പോ ഒരു ബന്ധം ഉണ്ടായ സ്ഥിതിക്ക് അവളെ എതിർത്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ. വിഷ്ണുവിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. എങ്കിൽ ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞ് കൊടുക്കാനുള്ള മധുരം സത്യമ്മ വാങ്ങിച്ചോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ശരി. പിന്നെ ശാലിനി ഒന്ന് വിളിച്ച് ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. ആ, അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഓക്കെ. സത്യമേ, സത്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ ശേഷം പോരെ ഈ കാര്യങ്ങളൊക്കെ? എന്ത് സത്യങ്ങള്? അത് നിന്റെ കുഞ്ഞേച്ചിക്ക് ഇപ്പൊ ഒരു ഭർത്താവുണ്ട്. അത് സത്യയുടെ അച്ഛനാണെന്നും പറയുന്നു. ഇതിൽ കൂടുതൽ സത്യങ്ങൾ എന്താടി അറിയാനുള്ളത്? ദേ രാഘവേട്ട, വക്കീല് പറഞ്ഞതുപോലെ ഒപ്പിട്ട് തരാൻ ഞാൻ അവളോട് പറയാൻ പോവാ. എനിക്കിതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഭാമയോട് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അവൾ അടങ്ങില്ല. ചെയ്യട്ടെ, എന്താ ചെയ്യട്ടെ. ശാരദാമ്മയാണോ? ആ അതെ സത്യമേ, പറഞ്ഞോളൂ. മകൾക്കൊരു ഭർത്താവിനെ കിട്ടി, കൊച്ചുമകൾക്കൊരു അച്ഛനെയും കിട്ടി. തകർന്നു പോയത് എന്റെ മകന്റെ ജീവിതോ. വക്കീലിനെ വിളിച്ചപ്പോ പറഞ്ഞത് ശാലിനിയുടെ ഒരു ഒപ്പ് മാത്രം മതി, ഒരൊറ്റ മാസം കൊണ്ട് ബന്ധം വേർപെടുത്തി തരാന്ന്. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാവില്ല. എത്രയും പെട്ടെന്നൊന്ന് ഒപ്പിട്ട് തരാൻ നിങ്ങളുടെ മോളോടൊന്ന് പറയണം. സത്യമേ, സ്കൂളിൽ വന്ന സത്യയുടെ അച്ഛനാണല്ലോ ഇപ്പോഴത്തെ വിഷയം. അതാരാണെന്നും എന്താണെന്നും അത് ശാലിനിക്ക് ആരാണെന്നുള്ള സത്യം ഈശ്വരനെ സാക്ഷി നിർത്തി ശാലിനി പറയും. അത് കഴിഞ്ഞു പോരെ ബന്ധം വേർപെടുത്തലും വക്കീലിനെ കാണലും ഒക്കെ. വീണ്ടും ഒരു നാടകമായിട്ട് വരാനുള്ള പുറപ്പാടാ? ഇതെന്റെ മകളുടെ ജീവിതമാണെന്ന് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാൻ ഈ സംസാരിക്കുന്നത്. അതിന്റെ ഒരു ആത്മാർത്ഥതയും എന്റെ വാക്കുകളിലുണ്ട്. ശരി, സമ്മതിച്ചു. പക്ഷെ അവള് പറയുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമായില്ലെങ്കിൽ ഡിവോഴ്സ് പേപ്പറിൽ അവൾ ഒപ്പിടേണ്ടി വരും. സമ്മതമാണോ? സമ്മതമാണ്. നീ നാളെ ക്ഷേത്രത്തിൽ പോണം. സത്യയുടെ അച്ഛനായി സ്കൂളിൽ വന്നത് നീയാണെന്ന് തെളിവ് സഹിതം പറയണം. ഇല്ലെങ്കിൽ ഡിവോഴ്സ് പേപ്പറിൽ നിന്നെ കൊണ്ട് ഒപ്പിടിക്കാന്ന് ഞാൻ സത്യാമ്മയ്ക്ക് വാക്കുകൊടുത്തിരിക്കുക. പോണം മോളെ. എല്ലാ സത്യങ്ങളും എല്ലാരും അറിയട്ടെ. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നിനക്ക് നഷ്ടപ്പെടുവടി. ഒപ്പിടണോന്നാ അമ്മ എന്തൊക്കെയാ പറയുന്നേ? ശാലിനിയുടെ കൂടെയുള്ള സത്യയുടെ അച്ഛൻ. അവൾക്ക് അയാളെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് പറിച്ചു കളയാൻ പറ്റുന്നതാണോ നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങള്? ശാലിനിക്ക് സാധിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് സാധിച്ചുകൂടാ? അവൾ ഒപ്പിടാൻ തയ്യാറാണല്ലോ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല?
എടാ മോനെ, എടാ നമ്മളെ വേണ്ടാത്തവർക്ക് മുന്നിൽ നമ്മൾ എന്തിനാ യാചനയുമായിട്ട് നിൽക്കുന്നത്? വലിച്ചെറിഞ്ഞ് കളയടാ അവളെ. മറ്റൊരാളെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അയാളാണ് തന്റെ കൊച്ചിന്റെ അച്ഛനെന്ന് വിളിച്ചു പറഞ്ഞവൾക്ക് മുന്നിൽ നീ എന്തിനാടാ നിന്റെ ജീവിതം തകർക്കുന്നത്? നാളെ അവള് സത്യങ്ങൾ വെളിപ്പെടുത്താൻ ക്ഷേത്രത്തിൽ വരും. നമുക്കും പോണം. അവള് വരണം. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ പറയുന്നേ. മോളെ, നീ എന്ത് ഈ ആലോചിക്കുന്നേ? കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന മട്ട. നീ ഇനിയെങ്കിലും നടന്നത് എന്താന്ന് വിഷ്ണുവിനോടൊന്ന് പറയേ. സത്യയുടെ അവസ്ഥ അതുപോലെ ആയിരുന്നു എന്ന് തന്നെ നീ വിഷ്ണുവിനെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ അത് അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ വിഷ്ണുവിന് നല്ല ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പൊ ഓർത്തു പോവാ ഇതൊന്നും വേണ്ടായിരുന്നു. നമ്മളെ മനസ്സിലാക്കും ഉറപ്പുള്ളവര് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴാമ നമ്മള് ശരിക്കും തളർന്നു പോവാ. അവര് നമുക്ക് താങ്ങായും തണലായും മാറുമെന്ന് നമ്മള് ഉറച്ചു വിശ്വസിക്കുക. പക്ഷെ അവരോ ഇതുവരെ നമ്മൾ കാണിച്ച സ്നേഹവും വിശ്വാസവും ഒന്നും കണക്കിലെടുക്കാതെ നമ്മളെങ്ങ് തള്ളി പറയുമ്പോ സങ്കടപ്പെടാനും കരയാനും അല്ലേ നമ്മളെ പോലുള്ളവർക്ക് കഴിയും. പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി, ഒരു സഹായം, വീഴാനൊരുങ്ങുമ്പോ ചാരി നിൽക്കാൻ കെൽപ്പുള്ളൊരു ചുവര്, അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സ്വന്തവും ബന്ധവും? എനിക്ക് എനിക്ക് ജീവിതത്തോട് തന്നെ വെറുപ്പ തോന്നുന്നു. ആർക്ക് വേണ്ടി അമ്മ ഈ ഓട്ടോ ഒക്കെ ഓടുന്ന? ആരെ തൃപ്തിപ്പെടുത്താനാ ഇങ്ങനെ പെടപ്പാടപ്പെടുന്ന? എന്തൊക്കെയാണ് നീ പറയുന്നത്? സങ്കടം വരും അമ്മ. ഇപ്പൊ ഒറ്റയ്ക്കിരുന്ന് ഞാനൊന്നും ചിന്തിക്കാറില്ല. അറിയാതെ കരഞ്ഞു പോവാ. മുമ്പത്തെ പോലെ എന്തും തരണം ചെയ്യാനുള്ള മനസ്സൊക്കെ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. ഇനി കൂടുതലൊന്നും ചിന്തിക്കണ്ട. കാര്യങ്ങൾ അറിയിക്കുക. വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവർ വിശ്വസിക്കട്ടെ. ഓ, കൊലക്കുറ്റമൊന്നും അല്ലല്ലോ. കൊച്ചിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു വേഷം മാറൽ, ഇത് ഇത്രത്തോളം കുഴപ്പമുണ്ടാക്കുന്ന ഞാൻ ഓർത്തില്ല മോളെ. ഓർത്തിരുന്നെങ്കിൽ ഇതൊന്നും നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കില്ലായിരുന്നു. ചിലര് പറയും ഒന്ന് കരഞ്ഞ് മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.